അഭിമന്യു പോയിട്ട് 4 ദിവസമായിരിക്കുന്നു. എന്തോ ഒഫീഷ്യൽ മാറ്റർ ആണെന്ന് അല്ലാതെ മറ്റൊന്നും കൃഷ്ണയോട് പറഞ്ഞിരുന്നില്ല. അവൾ ചോദിച്ചെങ്കിലും ഒന്നും പറയാതെ ഒഴിഞ്ഞു മാറിയിരുന്നു. ഫോൺ ചെയ്തപ്പോൾ തിരികെ വരാൻ അല്പം ദിവസങ്ങൾ കൂടിയെടുക്കും എന്ന് ഏതോ ഇൻവെസ്റ്റിഗേഷൻ ഭാഗമായി പോയതാണെന്ന് മാത്രം അവൻ മറുപടി നൽകി. കൃഷ്ണക്ക് അഭിയെ ശരിക്കും മിസ് ചെയ്യാൻ തുടങ്ങി. കല്യാണം കഴിഞ്ഞതിനു ശേഷം ആദ്യമായാണ് ഇരുവരും പിരിഞ്ഞിരിക്കുന്നത്. അഭി ഇല്ലാതെ ഒറ്റയ്ക്ക് നിൽക്കേണ്ടിയിരുന്നില്ല എന്ന് പോലും അവൾക്ക് തോന്നിപ്പോയി. എങ്കിലും അവൾ ചെമ്പകശ്ശേരിയിൽ നിന്നത് എല്ലാവർക്കും സന്തോഷം തന്നെയായിരുന്നു. പഴയപോലുള്ള വഴക്കുകളോ കുത്തുവാക്കുകളോ കേൾക്കാതെ ഒരു ദിവസം എങ്കിലും ഇവിടെ എല്ലാവരുടെയും സ്നേഹം അനുഭവിച്ചു ജീവിക്കണം എന്നതൊരു മോഹമായിരുന്നു. അത് സാധിച്ചതിൻ്റെ വലിയ സന്തോഷം അവളിൽ പ്രകടമായിരുന്നു. പഴയ കൃഷ്ണവേണിയിൽ നിന്നും ഒരുപാട് ദൂരം എത്തിയതുപോലെ. ഹരിയേട്ടനും മീനു ചേച്ചിയും താനും പഴയപോലെ ഒരുമിച്ച് ഒരു വീട്ടിൽ ഇനിയൊരിക്കലും കഴിയില്ലെന്ന് കരുതിയ കാര്യമാണ്. ചെമ്പകശ്ശേരിയിൽ തിരികെ വന്നത് സന്തോഷം നൽകുന്നതായിരുന്നു. എങ്കിലും അഭിയോടൊപ്പം അവൻ്റെ വീട്ടിലെത്തിക്കാൻ മനസ്സ് തുടിക്കുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം പുലർച്ചെ കൃഷ്ണയുടെ ഫോൺ റിംഗ് ചെയ്തു. അവൾ നല്ല ഉറക്കത്തിലായിരുന്നു. നോക്കുമ്പോൾ അഭിയാണ്. പെട്ടെന്ന് തന്നെ അവൾ കോൾ അറ്റൻഡ് ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടയ്ക്ക് ഫോൺ ചെയ്യുമെങ്കിലും ജോലി തിരക്കിലായതുകൊണ്ട് അവൾ അധികം സംസാരിക്കാൻ നിന്നിരുന്നില്ല. ഹലോ അഭിയേട്ടാ, എവിടെയാ? ഫോൺ എടുത്തയുടൻ അവൾ ചോദിച്ചു. ഞാൻ വന്നുകൊണ്ടിരിക്കുക, ട്രെയിനിൽ ആണ്. 7 മണിയോടെ എത്തും. എപ്പോഴാ ഇങ്ങോട്ട് വരിക? നാളെ വരാം. എങ്കിൽ ഞാൻ തനിയെ വരട്ടെ? അല്പം കൂടി കഴിഞ്ഞുറങ്ങിയാൽ അഭിയേട്ടൻ എത്തുമ്പോഴേക്കും ഞാൻ അവിടെ എത്താം. വേണ്ട, എനിക്കൊരു ജോലി കൂടി തീർക്കാനുണ്ട്. അതിനുശേഷം ഞാൻ വന്ന് കൂട്ടിക്കൊണ്ടുവരാം. അതുവരെ നീ ചെമ്പകശ്ശേരി നിന്നാൽ മതി. അവൻ്റെ ശബ്ദത്തിൽ നേരിയൊരു വ്യത്യാസമുണ്ടായിരുന്നു. അഭിയേട്ടന് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? അവൾ സംശയിച്ച് ചോദിച്ചു. എന്താ അങ്ങനെ ചോദിച്ചത്? അങ്ങനെ തോന്നി. ഇല്ല, ഞാൻ എത്തിയിട്ട് വിളിക്കാം. പിന്നെ പുറത്തേക്കൊന്നും പോകണ്ട, ഞാൻ നാളെ വരാം കൂട്ടിക്കൊണ്ടുപോരാൻ. മറുപടി ഒരു മൂളിൽ ഒതുക്കിയവൾ. മറുതലക്കൽ ഫോൺ കട്ടായിരുന്നു. പിന്നെ അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവൾ എഴുന്നേറ്റ് ജനക്കരയിൽ എത്തി പുറത്തേക്ക് നോക്കി. ഇരുട്ടാണ്. വെളിച്ചം വീണ് തുടങ്ങുന്നതേയുള്ളൂ. പുറത്താകെ തണുത്തുറഞ്ഞു നിൽക്കുന്നു. തണുപ്പ് കൂടി വന്നതും കർട്ടൻ വലിച്ചിട്ട് അവൾ അകത്തേക്ക് തന്നെ കയറി. കുറച്ചു കഴിഞ്ഞു പുറത്ത് വെളിച്ചം വീണു തുടങ്ങിയതും അവൾ പതിയെ തൊടിയിലേക്ക് ഇറങ്ങി. അവിടമാകെ ചുറ്റി നടന്നു. കഴിഞ്ഞ ദിവസങ്ങളായി എല്ലാവരും തന്നെ സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിക്കുകയാണ്. എത്ര നാളും കിട്ടാതിരുന്നൊക്കെ ആവോളം ആസ്വദിച്ചു എന്ന് വേണം പറയാൻ. എങ്കിലും ഇപ്പോൾ പഴയ പോലെ തനിച്ച് നടക്കാനൊരു മോഹം. തണുപ്പേറ്റ വഴികളിലൂടെ നടന്നതും പറഞ്ഞറിയിക്കാൻ ആകാത്തതൊരു അനുഭൂതി. കുറച്ചു നാളുകൾ പിന്നിലേക്ക് പോയതുപോലെ. തിരികെ എത്തിയപ്പോൾ എല്ലാവരും ഉറക്കം എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ. അവൾ അടുക്കളയിൽ കയറി ചായയിട്ട് ഓരോരുത്തർക്കായി നൽകി. രവീന്ദ്രന് പൂർണ്ണമായും ഭേദമായിരിക്കുന്നു. തികച്ചും ആരോഗ്യവാനായ ആൾ ജോലിക്ക് പോകാനും തുടങ്ങിയിരുന്നു. ഹരിയും മീനാക്ഷിയും അവളെ എപ്പോഴും സന്തോഷമായി നിർത്താൻ ശ്രമിച്ചിരുന്നു. അവരോടൊപ്പം അവൾ സന്തോഷവതിയുമായിരുന്നു. എങ്കിലും അഭിമന്യു ഇല്ലാത്തതിൻ്റെ എന്തോ ഒരു കുറവ് അനുഭവപ്പെട്ടു. വൈകുന്നേരം ചെറിയൊരു പർച്ചേസിങ്ങിനായി ടൗണിൽ എത്തിയതായിരുന്നു കൃഷ്ണ. കൂടെ ഹരിയും മീനാക്ഷിയും ഉണ്ടായിരുന്നു. പുറത്തേക്ക് പോകാൻ താൻ ഇല്ലെന്ന് പറഞ്ഞെങ്കിലും ഹരിയുടെ നിർബന്ധം മൂലം അവളും കൂടെ ചെന്നു. കൃഷ്ണക്കും അഭിക്കും വേണ്ടി ഹരിയും മീനാക്ഷിയും ചേർന്ന് ഡ്രസ്സ് എടുത്തിരുന്നു. കുറച്ച് ഡ്രസ്സുകളും മറ്റും വാങ്ങി അത്യാവശ്യം ചില വീട്ടു സാധനങ്ങൾ കൂടി വാങ്ങി തിരികെ പോകാമെന്ന ഉദ്ദേശത്തിൽ അവർ സൂപ്പർ മാർക്കറ്റിലേക്ക് കയറി. പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് മൂവരും ചെമ്പകശ്ശേരിയിലേക്ക് തിരിച്ചു. ഹരിയാണ് ഡ്രൈവ് ചെയ്തത്. മീനാക്ഷിയും കൃഷ്ണയും പിൻസീറ്റിൽ ഇരുന്നു. കാറിൽ ഇരുന്ന് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ 14 മിസ് കോൾ. ഏട്ടത്തിമാരും അച്ഛനും മാറി മാറി വിളിച്ചിട്ടുണ്ട്. അവൾക്കുള്ളിലൊരു ഭയം തോന്നി. ഉടനെ തന്നെ അവൾ വീണയെ തിരികെ വിളിച്ചു. ഹലോ കൃഷ്ണേ. ചേച്ചി, നീ എവിടെയായിരുന്നു? എത്ര തവണ വിളിച്ചു? അവരുടെ വാക്കുകളിൽ പരിഭ്രമം ഉണ്ടായിരുന്നതായി കൃഷ്ണക്ക് തോന്നി. ഫോൺ സൈലന്റ് ആയിരുന്നു. കോൾ വന്നത് അറിഞ്ഞില്ല. എന്താ ചേച്ചി? അത് അഭിമന്യുവിന് ചെറിയൊരു അപകടമുണ്ടായി. അപകടമോ? അതെ, ഇപ്പോൾ സിറ്റി ഹോസ്പിറ്റലിലാണ്. കൃഷ്ണയുടെ കയ്യിൽ നിന്നും ഫോൺ ഊർന്ന് താഴേക്ക് പോയി. എന്താ, എന്ത് പറ്റി? ഹരി കാൾ സൈഡിലേക്ക് ഒതുക്കി വെച്ച്. കൃഷ്ണൻ, ആരാ വിളിച്ചത്? എന്താ ഉണ്ടായത്? മീനാക്ഷി അവളുടെ തോളിൽ പിടിച്ചു കുലുക്കി. അഭിയേട്ടന് എന്തോ അപകടമുണ്ടായി, അവൾ എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. മീനാക്ഷി പെട്ടെന്ന് തന്നെ താഴെ നിന്ന് ഫോൺ എടുത്ത് വീണയോട് സംസാരിച്ചു. സിറ്റി ഹോസ്പിറ്റലിലാണ്, വേഗം പോവാം ഹരിയേട്ട, വെപ്രാളത്തോടെ പറഞ്ഞു. പെട്ടെന്ന് തന്നെ അവർ കാൽ തിരിച്ചു. നിമിഷങ്ങൾക്കകം ഹോസ്പിറ്റലിൽ എത്തി. അവർ ചെല്ലുമ്പോഴേക്കും പ്രതാപനും ജാനകിയും ഉൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു. കൂടെ മറ്റാരൊക്കെ ഉണ്ട്. ചില പോലീസുകാരും കൂടി നിൽക്കുന്നുണ്ട്. കൃഷ്ണയെ കണ്ടതും സ്വപ്ന വന്ന് അവളെ ചേർത്ത് പിടിച്ചു. എന്താ ഉണ്ടായത്? ഹരി അന്വേഷിച്ചു. ആക്രമണമാണ്, കത്തിക്കൊണ്ട് പിന്നിൽ നിന്ന് കുത്തിയതാ. ആര്? ശ്രീജിത്ത്. കൃഷ്ണയിൽ ഒരു നടുക്കം ഉണ്ടായി. അവൾ തളർന്നു അടുത്തുള്ള കസേരയിലിരുന്നു. അയാൾ ജയിലിൽ അല്ലേ? ഹരി പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു.
ജയിൽ ചാടി. ഇന്നലെ രാത്രി. അഭി അതറിഞ്ഞ് അവനെ തിരക്കി പോകുന്ന വഴിയാണ് സംഭവം. വഴിയിൽ വെച്ച് ഇരുവരും സംഘർഷമുണ്ടാകുകയും അവൻ കത്തിക്കൊണ്ട് കുത്തുകയും ചെയ്തു. കൂടെയുണ്ടായിരുന്ന പോലീസുകാരൻ പറഞ്ഞു. ജാനകി കസേരയിൽ ഇരുന്ന് തേങ്ങിക്കൊണ്ടിരുന്നു. കരച്ചിലിടയ്ക്ക് അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പ്രതാപനും അർജുനും അനിരുദ്ധും ഐസുവിന് മുന്നിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. സ്വപ്ന കൃഷ്ണയുടെ കൈകളെ മുറുകെ പിടിച്ച് അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എനിക്കൊരു ജോലി കൂടി തീർക്കാൻ ഉണ്ട്, എന്നിട്ട് വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവരാം. രാവിലെ തന്നോട് പറഞ്ഞ അഭിയുടെ വാക്കുകൾ അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി. ശ്രീജിത്തിന്റെ കാര്യം ഓർത്തായിരുന്നു അഭിയേട്ടൻ അങ്ങനെ പറഞ്ഞത്. രാവിലെ സംസാരത്തിൽ ഉണ്ടായിരുന്ന ടെൻഷന്റെയും കാരണക്കാരൻ ശ്രീജിത്ത് തന്നെ. കൃഷ്ണയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇരു കൈകളാലും മുഖം മറച്ചവൾ കരഞ്ഞു. അവളെ എങ്ങനെ ആശ്വസിപ്പിക്കാൻ എന്നറിയാതെ ചുറ്റുമുള്ളവർ കുഴങ്ങി. ഹരികൃഷ്ണയുടെ അരികിലേക്ക് വന്നു. ഒന്നും പറയാൻ അവനു കഴിഞ്ഞില്ല. അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവനും തൊട്ടരികിലായി മീനവും ഇരുന്നു. അഭിയേട്ടനോടൊപ്പം ജീവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ സ്നേഹവും കരുതലും എല്ലാം അനുഭവിച്ചു വരുന്നതേ ഉള്ളൂ. കൈക്കൊമ്പളിൽ ദാനമായി തന്ന ജീവിതം തട്ടിയെടുക്കുകയാണോ ഈശ്വര? അവൾ മനസ്സിൽ ചോദിച്ചു. താലിയിൽ കൈകളും പിടിമുറുക്കി. മരവിപ്പ് അവളെ ചൂഴ്ന്നിരുന്നു. മനസ്സും ശരീരവും വേകുന്നത് പോലെ. എല്ലാവരും അസ്വസ്ഥതയോടെ നിൽക്കുകയാണ്. ഇടയ്ക്ക് വാതിൽ തുറന്ന് ഒരു നേഴ്സ് പുറത്തു വന്നതും ഹരി ചെന്ന് വിവരം അന്വേഷിച്ചു. ഒരു ഇമ്മീഡിയറ്റ് സർജറി വേണ്ടിവരും. നേഴ്സ് അകത്തേക്ക് പോയതിന് പിന്നാലെ ഹരി എല്ലാവരോടുമായി പറഞ്ഞു. ഉടനടി സർജറിക്ക് വേണ്ട ഒരുക്കങ്ങൾ ചെയ്തു. തുടർന്ന് പ്രാർത്ഥനയുടെ മണിക്കൂറുകൾ ആയിരുന്നു. കൃഷ്ണയെ ഓർത്ത് ഹരിക്കും മീനുവിനും വേദന തോന്നി. നിയന്ത്രണം വിട്ട് ചില നേരത്തെ അവൾ പൊട്ടിക്കരഞ്ഞു. തേങ്ങലുകൾ ഉയർന്നു കേൾക്കാമായിരുന്നു. മണിക്കൂറുകൾക്ക് ശേഷം ICU വാതിൽ തുറക്കപ്പെട്ടു. ഡോക്ടർ പുറത്തേക്ക് വന്നു. സർജറി കഴിഞ്ഞു. അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സെഡേഷൻ ആണ്. അപ്പോഴാണ് എല്ലാവർക്കും നേരെ ആശ്വാസം വീണത്. വീണ്ടും പ്രാർത്ഥനയോടെ എല്ലാവരും കാത്തിരുന്നു. ഓരോ നിമിഷവും ഒരു യുഗം പോലെ കടന്നുപോയി. രാത്രി ഇരുട്ടി വിളക്കുന്നത് വരെ ആരും ഉറങ്ങിയില്ല. ഒരു പോള കണ്ണടക്കാതെ എല്ലാവരും കാത്തിരുന്നു. പിറ്റേന്ന് രാവിലെയാണ് അഭിയെ കാണാൻ അവസരം ഉണ്ടായത്. ജാനകിയും പ്രതാപനും അകത്ത് കയറി കണ്ടതിനു ശേഷമാണ് കൃഷ്ണ കയറിയത്. അവളെ പ്രതീക്ഷിച്ചെന്ന പോലെ അഭി വാതിൽക്കലേക്ക് നോക്കി കിടക്കുകയായിരുന്നു. കൃഷ്ണ അവന് അകരയിലായി വന്നിരുന്നു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളും ഉറക്ക ക്ഷീണമുള്ള മുഖവുമായി അവൾ ഒറ്റ ദിവസം കൊണ്ട് തളർന്നു പോയ പോലെ. അഭിയുടെ മുമ്പിൽ അവൾ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷെ ആ ശ്രമത്തെ വിഫലമാക്കിക്കൊണ്ട് കണ്ണുനീർ വീണ്ടും ഒറ്റ വീണു. കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ്, അവളുടെ കൈകളെ കവർന്നുകൊണ്ട് അഭി പറഞ്ഞു. വീണ്ടും കണ്ണുനീർ ഒഴുകി. കുഴപ്പമില്ലെന്നേ, അവൻ ചിരിയോടെ പറഞ്ഞു. കൈയെത്തിച്ച് അവളുടെ കവിളുകളുടെ തലോടി. കുറച്ചു നേരം കൂടി അവൻ്റെ അടുത്തിരുന്നു. അതിനുശേഷം അവൾ പുറത്തേക്കിറങ്ങി. ഹരി മീനാക്ഷിയും തലേന്ന് മുതൽ അവളോടൊപ്പം ഉണ്ടായിരുന്നു. അവരും അകത്ത് കയറി. അഭിമന്യുവിനെ കണ്ടതിന് ശേഷം കൃഷ്ണ ഇരുവരെയും നിർബന്ധിച്ച് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ആന്തരിക അവയവങ്ങൾക്ക് മുറിവേറ്റിരുന്നില്ല. അതുകൊണ്ട് തന്നെ അധികം പേടിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. എന്നാൽ മുറിവ് അല്പം ആഴത്തിലായിരുന്നു. എല്ലാവരും ശരിക്കൊന്ന് ഭയന്നു പോയിരുന്നു. പ്രത്യേകിച്ച് കൃഷ്ണൻ. ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകുമെന്ന് അഭിമന്യു മുൻകൂട്ടി പറഞ്ഞിട്ടുള്ളതാണ്. അവയൊക്കെ മനോധൈര്യത്തോടെ നേരിടാൻ പലകുറി പറഞ്ഞിട്ടുമുള്ളതാണ്. പക്ഷെ എന്നിട്ടും താൻ തളർന്നു പോയി, അവൾ മനസ്സിൽ ഓർത്തു. തുടർന്നുള്ള ദിവസങ്ങളിലും അവൾ തന്നെയാണ് ഹോസ്പിറ്റലിൽ കൂടെ നിന്നത്. ജാനകിയും പ്രതാപനും അവൻ്റെ ചേട്ടന്മാരും ഒക്കെ ദിവസവും വന്നിരുന്നു. പക്ഷെ അവൻ്റെ അരികിൽ നിന്നും മാറാൻ കൃഷ്ണ കൂട്ടാക്കിയില്ല. കൂടെ നിന്ന് ശുശ്രൂഷിച്ചു. ആദ്യത്തെ കുറച്ച് ദിവസം നടക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും പതിയെ അത് മാറി. ഒരാഴ്ച ആശുപത്രിയിൽ തന്നെയായിരുന്നു. പലരും ഇടയ്ക്കിടെ വരികയും കാണുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ചില ഉദ്യോഗസ്ഥന്മാർ നിരന്തരം വന്നുകൊണ്ടിരുന്നു. ഹോസ്പിറ്റലിലായിരുന്നെങ്കിലും അവൻ്റെ മനസ്സൊരു മറ്റു പലതിൻ്റെയും പിറകിൽ ആണെന്ന് കൃഷ്ണക്ക് വ്യക്തമായി. കൂടിപ്പോയാൽ ഒരാഴ്ച, അതിനുള്ളിൽ ഡിസ്ചാർജ് ആകാം. ഒരു വൈകുന്നേരം ഡോക്ടർ ഇരുവരോടും പറഞ്ഞു. ആ സമയം ഹരിയും മീനാക്ഷിയും അവരോടൊപ്പം ഉണ്ടായിരുന്നു. അവർ സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു പോലീസുകാരൻ അകത്തേക്ക് കയറി വന്നു. ശ്രീജിത്ത് എവിടെ ഉണ്ടോയെന്ന ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട് സാർ. എവിടെ? അഭി ബെഡിൽ നിന്ന് എഴുന്നേറ്റു. അവൻ്റെ വീടിനടുത്തുള്ള പരിസരങ്ങൾ ഒക്കെ കഴിഞ്ഞ ദിവസം ചെന്നിരുന്നു എന്നാണ് അറിഞ്ഞത്. ഇപ്പോൾ ഉള്ളത് ആയിട്ടാണ് വിവരം കിട്ടിയിരിക്കുന്നത്. പ്രദീപ് സാർ അവിടേക്ക് തിരിച്ചിട്ടുണ്ട്. താൻ പൊയ്ക്കോ. അയാൾ സല്യൂട്ട് ചെയ്ത് പുറത്തേക്ക് പോയി. അയാളെ പറഞ്ഞു വിട്ടതിന് ശേഷം അഭി ആർക്കോ ഫോൺ ചെയ്തു. പ്രദീപെ, ഇപ്പോൾ ഒന്നും ചെയ്യണ്ട. അവൻ്റെ ലൊക്കേഷൻ വളഞ്ഞാൽ മതി. അറസ്റ്റ് ചെയ്യണ്ട, പക്ഷെ കയ്യിൽ നിന്ന് പോകരുത്. അവൻ ഫോണിലൂടെ സംസാരിക്കുന്നത് കേട്ട് ഹരിയും കൃഷ്ണയും പരസ്പരം നോക്കി. അവനെ കണ്ടുപിടിച്ചു എന്ന് മറ്റാരും അറിയാൻ പോലും പാടില്ല. കൂടെയുള്ളവരോട് റോങ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ് തിരികെ അയച്ചേക്കും. അഭി ദൂരെ നിന്ന് സംസാരിച്ചെങ്കിലും അവൻ്റെ വാക്കുകൾക്ക് ഹരിയും അതോടൊപ്പം കൃഷ്ണയും ഒരുപോലെ കാതോർത്തു. കിട്ടിയ അവനെ? അഭി തിരികെ വന്നതും ഹരി ചോദിച്ചു. ലൊക്കേഷൻ കിട്ടി. അപ്പോഴേക്കും അനിരുദ്ധ അകത്തേക്ക് കയറി വന്നിരുന്നു. കുറച്ച് ദിവസങ്ങളായി രാത്രിയിൽ അവനാണ് അഭിയോടൊപ്പം നിന്നിരുന്നത്. എങ്കിൽ നീ വീട്ടിൽ പോയിക്കോ കൃഷ്ണ, അനിരുദ്ധ അഭിയുടെ അരികിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു. സാരമില്ല ഏട്ടാ, ഞാൻ നിന്നോളാം ഇന്ന്. അതെന്താ?
സാരമില്ല, നിന്നോളാം. അബിയുടെ സംസാരം കേട്ടതും അവൾക്കുള്ളിൽ ഭയം തോന്നിയിരുന്നു. ശ്രീജിത്തിനെ അന്വേഷിച്ച് അവൻ ഹോസ്പിറ്റലിൽ നിന്ന് വല്ലതും പോകുമോ എന്നൊരു ചെറിയ പേടി അവളിൽ ഉടലെടുത്തു. കുഴപ്പമില്ല കൃഷ്ണേ, നീ പോയിട്ട് നാളെ വന്നാൽ മതി. വരുമ്പോൾ അമ്മയെയും കൂട്ടിക്കോ. അവൾ അബിയെ നോക്കി. അവൻ കൂടെ നിർബന്ധിച്ചതോടെ അവൾ വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലെത്തിയിട്ടും അവൾക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. ഇനിയും എന്തെങ്കിലും അരുതാത്തത് സംഭവിക്കുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു. അവിടെ അനിരുദ്ധുണ്ടല്ലോ എന്നോർത്തൊരു സമാധാനം തോന്നി. രാത്രി ഫോൺ ചെയ്തപ്പോഴേക്കും അബി സാധാരണ രീതിയിലാണ് സംസാരിച്ചത്. പേടിക്കാനൊന്നുമില്ല എന്ന് അവൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. പിറ്റേന്ന് രാവിലെ തന്നെ അവൾ എഴുന്നേറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. എല്ലാവർക്കും ചായ ഇട്ട് നൽകിയതിനു ശേഷം ഒരു കപ്പ് ചായയുമായി അവൾ ടേബിളിന് അരികിലേക്ക് വന്നിരുന്നു. വെറുതെ പത്രം ഒന്ന് മറിച്ചു നോക്കവെയാണ് ആ വാർത്തയിൽ അവളുടെ കണ്ണുകൾ ഉടക്കിയത്. ഒരു നിമിഷം അവൾ സ്തംഭിച്ചു പോയി. ജയിൽ ചാടിയ പ്രതി മരിച്ച നിലയിൽ. അവൾ ഒന്ന് പാളി നോക്കിയതേയുള്ളൂ. ശ്രീജിത്തിന്റെ ഫോട്ടോ കണ്ടതും ചായക്കപ്പ് താഴെ വെച്ച് അവൾ വിറക്കുന്ന കൈകളോടെ പത്രം എടുത്തു. വാക്കുകൾ വ്യക്തമാകുന്നില്ല. അക്ഷരം എല്ലാം മങ്ങിപ്പോകുന്നത് പോലെ. തൻ്റെ കണ്ണ് നിറയുകയാണോ? അല്ല, ഒന്നും വ്യക്തമായി വായിക്കാൻ കഴിയുന്നില്ല. പക്ഷെ ഒരു കാര്യം കൃഷ്ണക്കുറപ്പായി, ശ്രീജിത്ത് മരിച്ചിരിക്കുന്നു. പക്ഷെ എങ്ങനെ? തലേന്ന് രാത്രി അഭിയേട്ടൻ്റെ വാക്കുകൾ ചെറിയൊരു സൂചനയുണ്ടായിരുന്നു. അഭിയേട്ടനാകുമോ? ശ്രീജിത്തിനെ കൃഷ്ണ കണ്ണുകൾ തിരുമ്മി വീണ്ടും പത്രവാർത്തയിലേക്ക് തിരിഞ്ഞു. പ്രതാപനും ജാനകിയും അവൾക്കരികിലേക്ക് വന്നിരുന്നു. എന്താ മോളെ ഇന്നത്തെ പ്രധാന വാർത്തകൾ? സോഫയിൽ ഇരുന്നു കൊണ്ട് അയാൾ ചോദിച്ചു. കൃഷ്ണ ഒന്നും പറയാതെ പത്രം അയാൾക്ക് നേരെ നീട്ടി. പ്രതാപന്റെ കണ്ണുകൾ ആദ്യം മുടക്കിയത് ആ വാർത്തയിൽ തന്നെയായിരുന്നു. കൃഷ്ണയെ ഒന്ന് നോക്കിയതിനു ശേഷം കണ്ണട ഉറപ്പിച്ച് അയാൾ അല്പം ഉറക്കെ പത്രം വായിച്ചു. ജയിൽ ചാടിയ പ്രതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. 2 ആഴ്ചകൾക്ക് മുമ്പ് ജയിൽ ചാടിയ പ്രതി വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കല്ലത്തുംപാടം സ്വദേശിയായ ശ്രീജിത്താണ് മരിച്ചത്. ഭക്ഷ്യവിഷബാധയാണ് കാരണം എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അയാൾ ജയിൽശിക്ഷ അനുഭവിച്ചു വരികയായിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ശ്രീജിത്ത് ജയിൽ ചാടിയത്. പോലീസ് ഊർജിതമായി ശ്രീജിത്തിനെ അന്വേഷിച്ചു വരികയായിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ ഹോട്ടൽ മുറി ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തി. പത്രവായന കഴിഞ്ഞതും ജാനകിയും പ്രതാപനും പരസ്പരം നോക്കി. സ്വപ്നയും വീണയും വാർത്തയെറിഞ്ഞ് അവൾക്കരികിലേക്ക് എത്തിയിരുന്നു. എല്ലാവരുടെയും മുഖത്ത് എന്തെന്ന് നിർവചിക്കാൻ ആകാത്ത ഭാവം പ്രകടമായിരുന്നു. ആരും പരസ്പരം ഒന്നും സംസാരിച്ചില്ല. കൃഷ്ണ തല കുനിച്ചിരുന്നു. അവരുടെ ഉള്ളിൽ പലതരം ചിന്തകൾ കടന്നുപോയി. എന്തായാലും ആ ദുഷ്ടനുള്ള ശിക്ഷ ദൈവവും തന്നെ കൊടുത്തു. ജാനകി ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു. ചിലപ്പോഴൊക്കെ ദൈവം മനുഷ്യരിലൂടെയാണ് ജാനകി പ്രവർത്തിക്കുന്നത്. പ്രതാപൻ മറ്റെന്തോ ചിന്തിച്ചുകൊണ്ട് പറഞ്ഞു. അയാളുടെ വാക്കുകൾ എന്തോ ഒളിഞ്ഞിരിക്കുന്നതായി കൃഷ്ണക്ക് തോന്നി. അവൻ്റെ കൊണ്ടുള്ള ശല്യം തീർന്നല്ലോ, അതുതന്നെ വലിയ സമാധാനം. പ്രതാപൻ ഒന്ന് വിശ്വസിച്ചു. ഞാൻ അഭിയേട്ടൻ്റെ അടുത്ത് പോയിട്ട് വരാം. അവൾ കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. അഭിയേട്ടനാകുമോ ചെയ്തത്? പക്ഷെ എങ്ങനെ? ഭക്ഷ്യവിഷബാധ മൂലമല്ലേ മരിച്ചത്? അവൾ സ്വയം ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി. അഭിയേട്ടനാകില്ല. അച്ഛൻ പറഞ്ഞതുപോലെ ദൈവം നൽകിയ ശിക്ഷ ആകാം. അവൾ സ്വയം ആശിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലെത്തി. ചെല്ലുമ്പോൾ ഹരി അഭിയോടൊപ്പം ഉണ്ടായിരുന്നു. ഹരിയേട്ടൻ എപ്പോഴാണ് എത്തിയത്? അവൾ ചോദിച്ചു. ഞാൻ രാവിലെ തന്നെ എത്തി. നീ അറിഞ്ഞില്ലേ ശ്രീജിത്തിൻ്റെ കാര്യം? പത്രത്തിൽ കണ്ടിരുന്നു. ഞങ്ങൾ അക്കാര്യം സംസാരിക്കുകയായിരുന്നു. കയ്യിലിരുന്ന ന്യൂസ് പേപ്പർ മടക്കി വെച്ചുകൊണ്ട് അഭിമന്യു പറഞ്ഞു. എനിവേ, ആ ചാപ്റ്റർ ക്ലോസായി. അവളൊന്ന് മൂളി. അനിരുദ്ധ മുറിയിലേക്ക് കടന്നു വന്നു. അടുത്ത ആഴ്ച തന്നെ ഡിസ്ചാർജ് ആകുമോ ഹരി? ഉറപ്പായും. ഡോക്ടർ വന്നു കഴിഞ്ഞാൽ എല്ലാം കൃത്യമായി പറയും. ഇപ്പോൾ തന്നെ അഭി ഓക്കെ ആണല്ലോ? അവൻ പറഞ്ഞു. എങ്കിൽ ഞാൻ വീട്ടിലേക്ക് തിരിക്കട്ടെ. അയാൾ യാത്ര പറഞ്ഞിറങ്ങി. അഭിമന്യുവിനോട് സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിലും ഹരി പോയിട്ടാകാം എന്ന് കൃഷ്ണയും കരുതി. ചായ കുടിച്ചിരുന്നോ? അവൾ അഭിയോട് ചോദിച്ചു. ഞങ്ങൾ 2 പേരും കുടിച്ചിട്ടില്ല. ഹരിയാണ് പറഞ്ഞത്. ഞാൻ പോയി ചായ വാങ്ങിക്കൊണ്ട് വരാം. അവർ ഫ്ലാസ്കുമായി പുറത്തേക്കിറങ്ങി. അവൾ പുറത്തേക്കിറങ്ങി കുറച്ചു കഴിഞ്ഞതും ഹരി അഭിക്ക് അഭിമുഖമായി വന്നിരുന്നു. അഭി കൈകൾ മാറോട് കെട്ടി അവനെ തന്നെ നോക്കി. ഹരിയുടെ മുഖത്ത് നിഗൂഢമായ ഒരു ചിരി ഉണ്ടായിരുന്നു. ആ ചിരി അഭിമന്യുവിൻ്റെ മുഖത്തും കണ്ടു. ഇരുവർക്കും മാത്രം അറിയാവുന്ന എന്തോ ഉള്ളതുപോലെ.